സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി പ്രമുഖ വ്യവസായിയും 1.5 നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സിൻ്റെ സാരഥിയും അതിലുപരി സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ബോബി ചെമ്മണ്ണൂരാണ്. വ്യവസായികൾ പലതരക്കാരുണ്ട്. സ്വന്തം പ്രശസ്തിക്കും പബ്ലിസിറ്റിക്കും സ്ഥാപനത്തിൻ്റെ പ്രശസ്തിക്കും വേണ്ടി ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ചെമ്മണ്ണൂർ ജുവലേഴ്സിൻ്റെ സാരഥിയായ ശ്രീ ബോബി ചെമ്മണ്ണൂരെ വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അശരണരും നിരാലംബരുമായ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നീക്കിവെച്ച വ്യക്തി എന്നുള്ള നിലയിലാണ്. ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിലും കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ ബോബി ചെമ്മണ്ണൂർ. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വ്യവസായികൾ പലതരക്കാരുണ്ട്. അതായത് ചാരിറ്റി നടത്തി അതിലൂടെ ഒരു പബ്ലിസിറ്റി സ്ഥാപനത്തിനും അല്ലെങ്കിൽ വ്യക്തിക്കും വേണ്ടി. പക്ഷേ താങ്കൾ അങ്ങനെയല്ല ഉള്ള ഒരാളല്ല. താങ്കളുടെ ബിസിനസ്സിന് നൽകുന്ന അതേ പ്രാധാന്യം തന്നെയാണ് ചാരിറ്റിക്ക് നൽകുന്നത്. ഇപ്പോൾ ഒരു ദൃശ്യം തന്നെ ഞാൻ കണ്ടു. വളരെ ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ കാലിലെ നഖം പോലും വെട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ഭംഗിയ വാക്കിനോ അല്ലെങ്കിൽ ഒരു ഇതിനു വേണ്ടി ചെയ്യുന്നതല്ല എന്നുള്ള അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഈ യഥാർത്ഥ ബോബി ചെമ്മണ്ണൂർ? ഇപ്പോൾ ഈ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. കാരണം ഞാൻ ചാരിറ്റി ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ഈ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയരുത് എന്നൊക്കെ. പക്ഷേ ഞാൻ പറയും, ചാരിറ്റി ചെയ്യുന്നതൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും. അതൊന്നും മറച്ചു വയ്ക്കുന്ന ഒരു സീക്രട്ടായിട്ട് ഞാൻ ചെയ്യാറില്ല. അതിന് 2-3 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് നമുക്ക് ശക്തമായിട്ട് മുമ്പോട്ട് പ്രവർത്തിക്കാനുള്ളൊരു ശക്തി തന്നെയാണ് അപ്രിസിയേഷൻ. തീർച്ചയായിട്ടും ഒന്ന്. പിന്നെ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയോടൊരു ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റ്. പിന്നെ ഇതൊക്കെ കൊണ്ട് പരസ്യം കിട്ടുകയോ ആൾക്കാർ അറിയുമ്പോഴൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ചാരിറ്റി ചെയ്യുന്ന ഇന്ന് വരെ ഒരു പൈസ പോലും സംഭാവന വാങ്ങാതെയാണ്. എനിക്ക് ജാതി മതം കക്ഷി രാഷ്ട്രീയമില്ല, പോലും ആരിൽ നിന്ന് സംഭാവന വാങ്ങില്ല. അങ്ങനെ കുറച്ച് പോളിസി ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. കാരണം മാർക്കറ്റിംഗ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ സക്സസ് ആൻഡ് ബിസിനസ്. തീർച്ചയായിട്ടും ബിസിനസ് വിജയിക്കണം, ലാഭം ഉണ്ടാക്കണം. കൂടുതൽ ലാഭം ഉണ്ടെങ്കിൽ അത്രയും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റ് ഒരു മോശമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പങ്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു. അതുകൊണ്ട് അതൊരു തെറ്റല്ല. പക്ഷെ നമ്മുടെ ഒരു ഉദ്ദേശശുദ്ധി നന്നായാൽ മതി. ചാരിറ്റിയോ അല്ലെങ്കിൽ അതുകൊണ്ട് ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടാക്കി അനധികൃതമായിട്ട് അങ്ങനത്തെ ഒരു ഉദ്ദേശശുദ്ധി ഇല്ലാത്ത. അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷിക്ക് ഞാൻ ചോദിക്കുമ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും പല വിമർശനം എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ച് ഞാൻ തൃപ്തിപ്പെടും. പിന്നെ ആരും ഉപദ്രവിക്കാതിരിക്കുക, പറ്റുന്ന സഹായം ചെയ്യുക എന്നൊക്കെയുള്ളൊരു പോളിസി ആയിട്ടാണ് ഞാൻ പോകുന്നത്. താങ്കളെ കാണുമ്പോൾ പൊതുവെ ആളുകൾക്കുള്ള ഒരു കൗതുകം താങ്കളുടെ വേഷം തന്നെയാണ്. എന്താണ് പൊതുവെ അനാകർഷകമായി തോന്നാവുന്ന ഇങ്ങനെ ഒരു വേഷം ധരിക്കാൻ കാരണം? ഈ പകിട്ടാർന്ന വസ്ത്രങ്ങൾ ധരിച്ചു പോകണമെന്ന് തോന്നാറില്ലേ? ഒരു കാരണം ഇതൊക്കെ ഒരുപാട് അണിഞ്ഞണിഞ്ഞ് മടുത്തു എന്നുള്ളതാണ് ഒരു വിഷയം. 2, ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ്. ശരി. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാനൊരു ഗ്രാൻഡ് ഫാദറിനേക്കാൾ കൂടുതൽ വെരി ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ അദ്ദേഹത്തിൽ കാണാൻ വേണ്ടി വീണ്ടും ഞാൻ അതാണ് ഇന്ന് മറ്റൊരു കാരണമാണ്. പിന്നെ വെള്ളയാണ് പൊതുവെ ഒരു സുഖം, ഒരു യൂസ്ഡായി. എല്ലായിടത്തും ഈ വേഷം തന്നെയാണോ? എല്ലായിടത്തും ഇത് തന്നെയാണ്. US ലായാലൊക്കെ പോകുമ്പോൾ, ഗൾഫിൽ പോകുമ്പോൾ മാത്രം പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെത്താവും. കാരണം ഈ അറബികൾ കന്തൂറയുടെ അടിയിലിടുന്ന ഡ്രസ്സായത്. അപ്പോൾ അവർ എന്നെ കാണുമ്പോൾ ഇവനെന്താ ഡ്രസ്സ് ഇടാതെ വന്നിരിക്കുന്നത്, വീട്ടിലിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വന്നേക്കണെന്ന് വെച്ചിട്ടൊരു അവർക്കൊരു ഇൻസൾട്ട് പോലെ 2-3 പേര് പറഞ്ഞു. അപ്പോൾ അവിടെ പോകുമ്പോൾ ജീൻസും ഇതൊക്കെ ഇട്ട് വെച്ച് പോകും. ബിസിനസ്സിൽ വളരെ നൂതനമായ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ് താങ്കൾ. അമേരിക്കയിൽ പോലും ഒരു ജുവലറി ആരംഭിച്ച ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ്. ഇപ്പോൾ പറക്കും ജുവലറി എന്ന് പറഞ്ഞൊരു പുതിയ സങ്കല്പം കേരളത്തിൽ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ലോകത്ത് 2ാമത്തെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ആശയം നടപ്പിലാക്കാൻ എന്തായിരുന്നു കാരണം? ഈ പറക്കും ജ്വല്ലറി എന്ന് പറയുന്നത് അമേരിക്കയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം കുറേ വർഷങ്ങൾ മുമ്പ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ വില കുറച്ച് കൊടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും 916 ഗോൾഡ് നല്ല സ്വർണം വില കുറച്ച് കൊടുക്കാൻ സാധിച്ചാൽ കച്ചവടം കൂടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ തന്ത്രം. പിന്നെ അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മളൊരു ജ്വല്ലറി ഒരു സ്ഥലത്ത് തുടങ്ങണമെങ്കിൽ 30-40 കോടി രൂപ നമ്മൾ ചിലവഴിക്കണം.
ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു 10 ജ്വല്ലറി എന്ന് പറയുമ്പോൾ 300-400 കോടി രൂപ നമ്മൾ ചിലവഴിക്കണം. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസ്, അത്രയും ആയിരക്കണക്കിന് സ്റ്റാഫ്, ഒരുപാട് ഇലക്ട്രിസിറ്റി മുതൽ കൂട്ടിയ കോടികളുടെ ചിലവ് വരും. അതേസമയം അത്രയും പൈസ, ആ എക്സ്പെൻസ് നമ്മൾ ലാഭിച്ചുകൊണ്ട് അത് ഉപഭോക്താക്കൾക്ക് തിരിച്ചു കൊടുക്കുക, വില കുറച്ചും ഒക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കുക, എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ജ്വല്ലറി തുടങ്ങുന്നതിന് പകരം ജ്വല്ലറി പല സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. മാത്രമല്ല, എല്ലാവരും സ്വർണം വാങ്ങാൻ കടകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് കുറേശ്ശെ ചിന്തിക്കുകയാണ്, സ്വർണം ജ്വല്ലറി തന്നെ നിങ്ങളുടെ വീട്ടുപടിക്കിലേക്ക് വരുന്നൊരു കട തന്നെ ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്ന ഒരു കൂടുതൽ സൗകര്യം, ട്രാഫിക് ജാം, അത് ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സൗകര്യം, വില കുറവിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇല്ല 2 ഗൺമാൻ എപ്പോഴും ഉണ്ട്. പിന്നെ അതിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്. ഒരു കള്ളം കയറി എടുത്ത് പോകാൻ നോക്കി ഓട്ടോമാറ്റിക് അടയും, പുറത്തു പോകാൻ പറ്റില്ല. പിന്നെ അതിൽ തന്നെ സ്ട്രോങ് റൂം സംവിധാനങ്ങൾ, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. കേരളത്തിലുടനീളം സഞ്ചരിക്കും ഇത്. കേരളത്തിലുടനീളം ഇപ്പോൾ തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു 3-4 ദിവസം മുമ്പ്. അതിന് ശേഷം ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. പ്രതികരണം എങ്ങനെയുണ്ട്? വളരെ, ഞാൻ ഉദ്ദേശിച്ചാൽ 10 ഇരട്ടി പ്രതികരണമാണ്. വിജയിച്ചു. ഒരുപാട് പേര് സ്വർണം വാങ്ങാനും ഉള്ളിൽ കയറി കാണാനും അതിൻ്റെ ഡിസൈനും മറ്റും ഒരു പുതിയൊരു സാധനം വരുമ്പോൾ മലയാളികൾ തീർച്ചയായിട്ടും അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെയുള്ള ആൾക്കാരാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളിയാണ് താങ്കൾ. കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ കേരളം ഒരു ബിസിനസ് സൗഹൃദ സംസ്ഥാനമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളം വളരെ സ്കോപ്പുള്ള ഒരു സ്റ്റേറ്റാണ്. ജനസംഖ്യയുണ്ട്, ജനങ്ങളിൽ കാശുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റും ബിസിനസ്സിനെയൊക്കെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. ബിസിനസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്കിലും അടുത്തിടെ ചെറിയൊരു പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് ഈ ബ്ലാക്ക് മെയിലിംഗ് നടത്തുക, ഈ പേരുള്ള സെലിബ്രിറ്റി അല്ലെങ്കിൽ ബ്രാൻഡായിട്ടുള്ള ഗ്രൂപ്പുകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു വന്നിട്ട് ബ്ലാക്ക് മെയിൽ നടത്തുക. ഇപ്പോൾ അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങളൊക്കെ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിൽ കൂടെ എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ പ്രചരിപ്പിക്കുകയുണ്ടായി. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു 2 കോടി രൂപ ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു. അത് ഞാൻ അതിന് തയ്യാറായില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ, 1 മണിക്കൂറുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് 5 മിനിറ്റിലേക്ക് ആക്കി. ആ 5 മിനിറ്റിൽ കാണുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലാണ്. മുഴുവൻ കണ്ടാൽ കുഴപ്പമില്ല എന്താണെന്ന്, അത്രയേ ഉള്ളൂ സംഭവം എന്നുള്ളത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ളൊരു വീഡിയോ വെച്ചിട്ട് ഇത് റിലീസ് ചെയ്യാതിരിക്കണമെങ്കിൽ 2 കോടി രൂപ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ബ്ലാക്ക് മെയിലിങ്ങിനൊന്നും നിൽക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാം. അങ്ങനെ ആ പുള്ളി അത് റിലീസ് ചെയ്യുകയും, അപ്പോഴും ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. ഐ ഡോണ്ട് മൈൻഡ്, എന്നെ സംബന്ധിച്ചതൊന്നും കൊടുക്കാൻ പോയില്ല. അല്ല. അതിനുശേഷം പലതരത്തിലും ഈ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ പൊതു ഹർജി കേസുകളൊക്കെ കൊടുത്ത് പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് വാങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിന് തയ്യാറാവാതെ ആയപ്പോൾ വേറൊരു ഗ്രൂപ്പ് ആ വ്യക്തിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് നമുക്കെതിരെ ഇതുപോലെ ചെയ്തുകൊണ്ട് ബിസിനസ് രംഗത്തുള്ള എതിരാളികൾ തന്നെയാണ്. അതാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കൊക്കെ പരാതി കൊടുത്തു. അവർ പറഞ്ഞു തീർച്ചയായിട്ടും അന്വേഷണം നടത്തി അവർക്ക് നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ബോംബെ അധോലോകത്തിലൊക്കെ ഉള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് സ്ട്രാറ്റജി, ബോംബെ അധോലോകമൊക്കെ ആയിരുന്നു ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീനായി. ഇപ്പോൾ പുതിയൊരു മോഡൽ ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന ഈ വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? സോഷ്യൽ മീഡിയ ജനങ്ങളാരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതൊരു ടൈം പാസ് പോലെയാണ്. എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യുക എന്നുള്ളൊരിതാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയ ആർക്കും ആരെക്കുറിച്ചും എപ്പോൾ വേണമെങ്കിലും എന്തും എഴുതാവുന്ന ഒരു സംഭവമാണ്. ഓരോരുത്തരും പത്രാധിപനാണ്. ആർക്കും കയറി എന്തും വിളിച്ചു പറയാവുന്ന ഒരു ചന്ത പോലെയാണ്. അതാണ്. ഇന്നാളെ ഒരു നടൻ്റെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത, ഞാൻ ആ പുള്ളീനെ വിളിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടാണ്. വിളിച്ചപ്പോൾ അയ്യോ ഞങ്ങൾ കുടുംബമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ടൂറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചു അത് ഇത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കും. അത് പിന്നെ തടയാൻ പറ്റുന്നൊരു കാര്യമല്ല. ടേക്ക് ഇറ്റ് ഈസി എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്ലിപ്പിംഗ് പുറത്തു പോകുന്നത് താങ്കളുടെ അടുപ്പമുള്ള ആരെങ്കിലും തന്നെയാണോ ഒരു പിന്നിൽ നിന്നൊരു പകരം? ഇല്ല, ഇതൊരു ക്ലിപ്പ് എങ്ങനെ കിടന്നത് സ്റ്റാഫുകളുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു 2.5 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്.
അത് ഞാൻ സില്ലിയായിട്ട് എടുത്തു, ഒരു പേഴ്സണൽ വീഡിയോ എന്നുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും. താങ്കളുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു സ്റ്റാഫ് അതാണ് അവരിപ്പോഴും ഉണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും കൂടെ ഉണ്ട്. അതാണ് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുള്ള ഒരു പേഴ്സണൽ വീഡിയോ ആണെന്ന് മനസ്സിലാവും. പക്ഷെ എഡിറ്റ് ചെയ്തിട്ട് വന്നത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ തരത്തിൽ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് വെച്ചിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. വളരെ ബോധപൂർവം ബോധപൂർവമാണ്. അതേസമയം ഈ വാർത്തകൾ പലതും മുക്കാൻ താങ്കൾ കോടിക്കണക്കിന് രൂപ മാധ്യമങ്ങൾക്ക് നൽകിയെന്നും ചിലർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഇല്ല. കാരണം റെപ്യൂട്ടഡ് മീഡിയകളെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് മീഡിയ തുറന്നാൽ എത്ര വലിയ വ്യക്തികളായാലും എത്ര സമ്പന്നനായാലും ഒക്കെ തുറന്നടിച്ചെഴുതുന്നുണ്ട്. അപ്പോൾ മീഡിയ ഈ വീഡിയോ പ്രചരിപ്പിച്ചില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുന്നത്. ഒരു വ്യക്തി, വേറെ ആരുമല്ല, കോടികൾ വാങ്ങി എന്നൊക്കെ. മീഡിയ പ്രചരിപ്പിക്കാത്തതിൻ്റെ കാരണം ഈ ഒറിജിനൽ വീഡിയോ 2.5 വർഷം മുമ്പ് എല്ലാ മീഡിയയിലും കിട്ടിയിട്ടുണ്ട്. ഈ എഡിറ്റ് ചെയ്ത വീഡിയോയും അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കുന്നില്ല. അല്ലാണ്ട് ഞാൻ കോടികൾ കൊടുത്താലൊന്നും മീഡിയ അതിനൊന്നും നിൽക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒരു പ്രത്യേക ഓൺലൈൻ തന്നെ നിരന്തരമായിട്ട് ആക്രമിക്കും. 1-2 ഓൺലൈൻ മഞ്ഞപ്പത്രമാണ് ആക്രമിക്കുന്നത്. അവർക്ക് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട് ഇതിൻ്റെ പിറകിൽ. വേറെ ഒരൊറ്റ മീഡിയകൾ എന്നെ കുറിച്ചിട്ട് അതൊന്നും പറയും. ഇത്തരം വിമർശനങ്ങൾ വളരെ വേദനിപ്പിക്കും. എന്നാൽ ഈ മീഡിയ എന്നെ കുറിച്ചിട്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു വണ്ടി ചെറുതായിട്ട് തട്ടിയപ്പോൾ അതിലൊരു വ്യക്തി എൻ്റെ കോളറിൽ കയറി പിടിക്കാനിടയായപ്പോൾ ഞങ്ങൾ സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ടായി. അതിനെക്കുറിച്ച് ഭംഗിയായിട്ട് വീഡിയോ മോശമായിട്ട് തന്നെ പറയുകയുണ്ടായി. ബോബി ചെമ്മണ്ണൂർ റോട്ടിൽ തല്ലുണ്ടാക്കി, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് മീഡിയയിൽ മീഡിയ സത്യം കണ്ട ചെയ്യുമെന്നുള്ളത് ഒരു സത്യമാണ്. നല്ല വിമർശനങ്ങൾ എപ്പോഴും വളരെ അതെ പോസിറ്റീവായിട്ട് എടുക്കുന്നത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കും. വിമർശനങ്ങൾ വ്യക്തിപരമായിട്ട് വിമർശനങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇന്നാൾ ഞാൻ മൂത്രമൊഴിക്കാൻ നിന്നപ്പോൾ ഒരുത്തന്നെ അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു. അപ്പോൾ ആദ്യം ദേഷ്യം വന്നെങ്കിലും ഞാൻ അത് കൂളായിട്ട് എടുത്തു. കാരണം 2 കാര്യമാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒന്ന്, വിമർശിക്കുമ്പോൾ നമ്മളതിൽ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നമുക്കത് തിരുത്താനുള്ളൊരു അവസരം കൂടിയാണ്. അപ്പോൾ മൂത്രം വഴിയിൽ ഒഴിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. ഇപ്പോൾ വഴിയിൽ മൂത്രം ഒഴിക്കാറില്ല, കഴിയാവുന്നതും. മൊബൈൽ വന്നോടെ എല്ലാവരും ക്യാമറമാന്മാരാണ്. 2, ഈ കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. 3,99,99,000 പേരും വഴിയിൽ മൂത്രമൊഴിച്ചാൽ ഫോട്ടോ എടുക്കില്ല. അപ്പോൾ എന്നെ എടുക്കണേ ഞാനൊരു VVIP ആണ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അത് അങ്ങനെ ടേക്ക് ഇറ്റ് ഈസി, തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമാണ്. മാത്രമല്ല, വിമർശനം ഓരോ വ്യക്തിയുടെ അവകാശമാണ്, അത് തെറ്റല്ല എന്നാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റുകളിലൊന്ന് ഓക്സിജൻ സിറ്റിയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ് അങ്ങനെ ഒരു പേരിടാൻ കാരണം? വ്യത്യസ്തത എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, മലിനീകരണം. അപ്പോൾ അവിടെ നേച്ചുറലായിട്ട് കുറച്ച് മലകളും കുറച്ച് നല്ല പ്രകൃതിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പ്രകൃതി രമണീയം നിലനിർത്തിക്കൊണ്ട് മാറ്റങ്ങളൊന്നും വരാതെ കൺസ്ട്രക്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മരങ്ങളൊക്കെ നിലനിർത്തണം. പിന്നെ അവിടെ ബയോഗ്യാസ്, തൃശ്ശൂർ ജില്ലയിലാണ് തോന്നുന്നത്. അതെ മണ്ണുത്തിയിലാണ്. ബയോഗ്യാസ് നിർമ്മിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ സോളാർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി വെച്ചുകൊണ്ട് ഓരോ വീടുകൾക്കും സൗജന്യമായിട്ട് ഇലക്ട്രിസിറ്റി കഴിയാവുന്ന കൊടുക്കാവുന്നതിനൊക്കെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 100% കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പഠിച്ചുകൊണ്ടിരിക്കും. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഈ മേഖലയിലേക്ക് മാറാനുള്ള കാരണം മാറുകയല്ല, ജ്വല്ലറി ബിസിനസ് ഉണ്ട്. ഒപ്പം തന്നെ ഇതുപോലെയുള്ള ടൗൺഷിപ്പുകളും ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലും തെറ്റിദ്ധാരണജനകമായ ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് 62 ഏക്കറിൽ ഒരു 6,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. തീർച്ചയായിട്ടും ഇന്നോവേറ്റീവായിട്ട് വലിയ തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ ശത്രുക്കളുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. മാവുള്ള മാങ്ങമ്മേ കല്ലേറി എന്നൊക്കെ പഴയ കാലത്ത് പറയും. അങ്ങനെ ഞാൻ എടുക്കുന്നുള്ളൂ അതിനെക്കുറിച്ചിട്ട്. അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഈ
സെസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലഭിക്കണമെങ്കിൽ 250 ഏക്കർ വേണം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ, അതുകൊണ്ട് ഇത് ലഭിക്കുകയില്ല എന്നുള്ളത്. ഞാൻ മറുപടി പറഞ്ഞത് ലഭിച്ചില്ലെങ്കിൽ വേണ്ട. 2010 നിയമമാണത്. 2014 നിയമം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2.5 ഏക്കർ പോലും ഉണ്ടെങ്കിൽ ലഭിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഇഷ്ടം പോലെ എഴുതി വയ്ക്കുക. അല്ല, ഇത്തരം നടപടികൾ സർക്കാർ നിയന്ത്രിച്ചില്ലെങ്കിൽ പൊതുവെ കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വരുന്നതിന് തന്നെ തടസ്സം. അതെ, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് മെയിലിങ്ങും വ്യാജ പ്രചരണങ്ങളും നടത്തുന്നത് ഇതൊന്നും ബാധിക്കുന്നില്ല, എങ്കിലും ജനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പൊതുവെ അമേരിക്കക്കാർ സ്വർണ്ണത്തോട് വലിയ താല്പര്യമുള്ളവരല്ല, പക്ഷേ താങ്കൾ അവിടെയും ജുവലറി തുടങ്ങി. തീർച്ചയായിട്ടും അമേരിക്കയിലും ഇന്ത്യക്കാരുണ്ട്. മലയാളി, തമിഴ്, തെലുങ്ക്, ഗുജറാത്തി, മറാത്തി എല്ലാവരും ഉണ്ട്. പിന്നെ സ്വർണത്തിൻ്റെ ഉപയോഗം കുറവാണെങ്കിലും ഡയമണ്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മറ്റു പലരും അവിടെ തുടങ്ങാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. കണ്ണൂരിലെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലോകപ്രശസ്ത ഫുട്ബോൾ മാന്ത്രികൻ ഡീഗോ മറഡോണയാണ് വന്നത്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ തോന്നാനൊരു കാരണം എന്താണ്? ഒന്ന്, എനിക്ക് ഒരു സ്പോർട്സ് സ്പിരിറ്റ് സ്കൂളിൽ നിന്ന് ഉണ്ട്. സ്പോർട്സ്മാൻ ആയിരുന്നു. ഫുട്ബോള്, ചാട്ടം, ഓട്ടം, ഷൂട്ടിങ്, ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുട്ബോളിൽ ഏറ്റവും നന്നായി കളിക്കുന്ന വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മറഡോണ. അപ്പോൾ ആ ഒരു ആരാധന മാത്രമല്ല, മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ലോകം അറിയുന്ന ഒരു വ്യക്തിയല്ലേ. ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടി അതിലുണ്ട്. പിന്നെ ബോബി ആൻഡ് മറഡോണ എന്നുള്ള ഒരു പുതിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു, വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു. താങ്കളുടെ വലിയൊരു സുഹൃത്തായി അദ്ദേഹം മാറിയിരിക്കും. അതെ അതെ, ഞങ്ങൾ ബിക്കം വെരി ക്ലോസ് ഫ്രണ്ട്സ്. ബിസിനസ്സിൽ വല്ല പങ്കാളിത്തമുണ്ടോ? ഇല്ല, ദുബായിൽ മാത്രം ചെറിയൊരു ഷെയറുണ്ട്. അതർവൈസ് ഈസ് മൈ ബ്രാൻഡ് അംബാസിഡർ. മറഡോണയോട് തോന്നുന്ന ആരാധന മെസ്സിയോട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. സ്പോർട്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഐ ആം ഓൾസോ സ്പോർട്സ്മാൻ. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടമാണ്. മറഡോണ എന്ന് പറഞ്ഞാൽ ഈസ് വെരി സിൻസിയർ മാൻ. കളി കാണുമ്പോൾ അറിയാലോ, ഇപ്പോൾ കളിയുടെ ഇടയ്ക്ക് വീണാലും അപ്പം തന്നെ ചാടി എണിക്കുക, വീണ്ടും ഹൈ സ്പീഡിൽ കളി തുടങ്ങും. മറ്റുള്ളവരെ പോലെ വീണ് കിടന്ന് കുറച്ച് സമയം കളയുക, വിസിലടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഫൗള് കിട്ടുമോ എന്നൊക്കെ നോക്കി. മറഡോണ അദ്ദേഹത്തിന്റെ സ്വന്തം മികവ് കൊണ്ടാണ് അർജന്റീനയ്ക്ക് വളരെ ഫാസ്റ്റ് ആണല്ലോ. മെസ്സിക്ക് അത് കഴിഞ്ഞിട്ടുമില്ല. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആംഗിളിൽ പല പല ഇതാണ് എന്നുള്ളതാണ്. താങ്കൾ പണ്ട് എഴുതിയത് വായിച്ചാണ്, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം ഒരു സൈക്കിൾ കിട്ടാനായിരുന്നു താല്പര്യം. സൈക്കിൾ കിട്ടിയപ്പോൾ അതിൻ്റെ ഹരം മാറി, പിന്നെ ബൈക്കിനായി. ബൈക്ക് കിട്ടിയപ്പോൾ ആ ഹരം മാറി, പിന്നീട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനായി, പെൺകുട്ടികളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനായി. അത് കഴിഞ്ഞ് ആ ഹരം മാറിയപ്പോൾ മദ്യത്തിൽ താല്പര്യമായി, പിന്നീട് അത് മാറി. യഥാർത്ഥത്തിൽ സന്തോഷം എന്ന വാക്കിന് അല്ലെ ആനന്ദം എന്ന വാക്കിന് താങ്കളുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥം? ഈ ഞാൻ മനസ്സിലാക്കിയത്, ഈ മനുഷ്യനെല്ലാം മടുക്കുന്ന ഒരു വ്യക്തിയാണ്. 5 കിട്ടുകിൽ 10, 10 കിട്ടുകിൽ 20. സ്വാഭാവികമായിട്ടും ഞാനും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഈ പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പാവങ്ങളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കുകയും നമുക്കുള്ളത് കുറച്ച് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു മടുക്കാത്തൊരു അനുഭവം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മളിൽ വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മടുത്തപ്പോഴും ഞാൻ കുറച്ച് ചാരിറ്റിക്ക് വേണ്ടി സമയം കാണുന്നു എന്നുള്ളതാണ്. മദർ തെരേസ താങ്കളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജീവിതം മടുത്തു നിന്നപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ്, വാട്ട് ഈസ് ലൈഫ്, എന്താണ് ഈ ജീവിതം, 3 നേരം കഴിക്കുക, ജീവിക്കുക, കാശുണ്ടാക്കുക, സ്വന്തം ആവശ്യങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, ഇത് കഴിഞ്ഞപ്പോൾ ഇതൊരു ബോറിംഗ് അല്ലേ, ഇത് മാത്രം മതിയോ എന്നുള്ളപ്പോഴാണ് മദർ തെരേസയുടെ പുസ്തകം വായിക്കാനും അതിൽ നിന്നൊരു വ്യത്യസ്ത സന്ദേശം, നമ്മൾ എന്തൊക്കെ മടുത്താലും ശരിയായ സ്നേഹത്തിലൂടെയും സർവീസിലൂടെയുമാണ് ഒരിക്കലും മടുക്കാത്ത ആ സ്നേഹം, സന്തോഷം നമ്മളിൽ ലഭിക്കുക എന്നറിഞ്ഞപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി. ചാരിറ്റിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചത് ഇതാണ്, മദർ തെരേസയുടെ പുസ്തകം വായിച്ചപ്പോഴാണ്. ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു, ചിലർ പറയാറുണ്ട് ജീവിതം നിരർത്ഥകമാണ്, അതായത് അർത്ഥശൂന്യമാണ്, മീനിങ്ലെസ് ആണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു സമയത്ത് തോന്നിയിരുന്നു. പക്ഷേ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കും
ശരിയായ അറിവിലേക്കൊക്കെ വന്നപ്പോൾ അങ്ങനെയല്ല എന്ന് തോന്നി. ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിക്കുന്നത് എന്താണ് താങ്കൾ? ജീവിതത്തിലെ ഏറ്റവും വില നമ്മൾ എങ്ങനെ ശരിയായ അറിവിൽ കൂടെ എങ്ങനെ ശരിയായ സന്തോഷത്തിൽ നമുക്ക് എത്തിച്ചേരാം, അങ്ങനെ ആ ശരിയായ അറിവിൽ കൂടെ സുഖദുഃഖങ്ങൾ അടങ്ങുന്ന സമ്മിശ്രിതമായ ജീവിതം എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരറിവാണ്. അറിവിൽ കൂടെ നമുക്ക് സുഖദുഃഖങ്ങൾ സ്വീകരിക്കാനും അതിനെ മറികടക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പൊതുവേ മനുഷ്യർക്ക് പണത്തോടുള്ള ആർത്തി കൂടി വരികയാണ്. അവനവൻ്റെ ആവശ്യങ്ങൾക്കപ്പുറം പണത്തിന് എന്താണ് പ്രസക്തി? പണം എല്ലാവർക്കും ആഗ്രഹമാണ്, തെറ്റില്ല. പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം, നമ്മുടെ കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം. പക്ഷെ അതൊരു അത്യാഗ്രഹമായിട്ട് മാറുമ്പോൾ നമ്മളൊരു രോഗിയായി മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, പോകുമ്പോഴൊന്നും കൊണ്ടുവന്നില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, നമ്മളൊന്നും ഇതിൻ്റെ അവകാശികളുമല്ല എന്നതുകൊണ്ട് ആ ഒരു അറിവിൽ കൂടെ നമുക്ക് വരുമ്പോൾ നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്നതുകൊണ്ട് മരണവും ജനനവും മോശമായ കാര്യമല്ല. ഇതിനിടയിൽ കുറച്ച് സമയമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് പറ്റാവുന്ന ഉപകാരങ്ങൾ ചെയ്യുക, ആ സമയം കൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക, സ്നേഹിക്കുക, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക, സന്തോഷമായിട്ട് ഇവിടുന്ന് പോവുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ ചെയ്താലും അതിനൊന്നും വലിയ കാര്യമില്ല. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താങ്കൾ വലിയ പാരമ്പര്യമുള്ളൊരു ബിസിനസ്സിൻ്റെ പിന്തുടർച്ചക്കാരനാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയ അനുഭവം ഉണ്ടോ? ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പറയത്തക്കതായ പ്രശ്നങ്ങളൊന്നും ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊന്നും ദുഃഖത്തിൽ നിന്നാണ് സുഖത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. രാത്രിയുണ്ടെങ്കിൽ പകലുണ്ട്, ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നറിയുന്നത് കൊണ്ട് അതൊന്നും ഒരു പ്രശ്നമാക്കി എടുക്കാറില്ല. ഈ രക്തദാനം എന്നൊരു സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 812 കിലോമീറ്റർ താങ്കൾ ഓടി. ഒരുവിധപ്പെട്ട ഒരാൾ അതിന് കുറേ കഴിഞ്ഞും പിന്മാറാറേ ഉള്ളൂ. പക്ഷേ താങ്കൾ അത് പൂർത്തിയാക്കി. ഇങ്ങനൊരു സന്ദേശം പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും തക്കതായ വേറെ കാരണങ്ങളുണ്ടോ? കാരണമുണ്ട്. അതൊരു വഴിത്തിരിവ്. അതായത് ഞാൻ ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകുമ്പോഴാണ് ഒരു അപകടം എൻ്റെ മുമ്പിലുണ്ടായത്. അപ്പോൾ ആ സഹോദരനെ ആശുപത്രിയിലെത്തിക്കാൻ ഞാൻ കൂടെ പോയില്ല, നാട്ടുകാരൊക്കെ കൂടെ കൊണ്ടുപോയപ്പോൾ. അപ്പോൾ പിന്നീട് അതിലൊരു കുറ്റബോധം തോന്നി. ഞാൻ ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാവശ്യം വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ വണ്ടിയിലെടുത്ത് ഞാൻ കൊണ്ടുപോയില്ലല്ലോ എന്നൊരു കുറ്റബോധം എന്നെ വേട്ടയാടിയിരുന്നു. അപ്പോൾ പിന്നീടപ്പോൾ ഞാൻ ആലോചിച്ചു, രക്തം കിട്ടാതെ ആരും ബുദ്ധിമുട്ടരുത് എന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഒരു രക്തദാന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓടാൻ കഴിവുണ്ട്, ഡെയിലി 5-10 കിലോമീറ്റർ ഓടും, ഇപ്പോൾ കേരളം മുഴുവൻ ഒന്ന് ഓടി തീർക്കാം എന്നിട്ട് പറയാം. അപ്പോൾ ജനങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഓടി, ദൈവകൃപയാൽ ഓടി തീർത്തു. യൂണിക് വേൾഡ് റെക്കോർഡ്, ഒരുപാട് റെക്കോർഡുകൾ, അംഗീകാരങ്ങൾ കിട്ടി. ജനങ്ങൾ എന്നെ സ്നേഹിച്ചു, അംഗീകരിച്ചു. ഇതൊരു ബിക്കം എ ഹിസ്റ്ററി. അതൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ബ്ലഡ് ബാങ്കിൽ, ബ്ലഡ് ഡോണേഴ്സ് ബാങ്കിൽ ഒരുപാട് ഉണ്ടായി. ദിവസേന ഒരുപാട് പേർക്ക് രക്തം നൽകാൻ വേണ്ടി ബ്ലഡ് ഡോണേഴ്സിനെ ഞങ്ങളുടെ സൗജന്യമായിട്ടുള്ള ആംബുലൻസിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. പിന്നെ എല്ലാവർക്കും എപ്പോഴും കൊടുക്കാൻ സാധിക്കില്ല. കാരണം ആവശ്യപ്പെടുമ്പോൾ 10 ആളെ അടുത്ത് സമീപിച്ചാൽ ഒരാളൊക്കെയാണ് കിട്ടുക. അപ്പോൾ ചിലവർക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അവർ വീണ്ടും കിട്ടാത്തവർ ഫേസ്ബുക്കിൽ കൂടെ പരാമർശിക്കും, കിട്ടിയവരും ഉണ്ടില്ല. ഇതിന് ഭാഗമാണ്. ഈ രീതിയിലുള്ള ഒരു പരിപാടി വേറെ എവിടെയെങ്കിലും നടത്താൻ ആലോചിക്കുന്നുണ്ടോ? അമേരിക്കയിൽ ആലോചിച്ചിരുന്നു, അവിടെ പെർമിഷൻ കിട്ടിയില്ല. തൽക്കാലം അങ്ങനെ പെൻഡിങ് നിൽക്കണം. ഗൾഫിലായിട്ടില്ല. അതെങ്ങനെ ഒരു മൂഡ് തോന്നുമ്പോൾ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒന്നും നടക്കില്ല. തോന്നിയപ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. 2020 താങ്കളുടെ ജുവലറിയുടെ ഷോറൂമുകളുടെ എണ്ണം 500 ആക്കി വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നു.
അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ആദ്യം. ആ. ഇപ്പം 500 ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പറ്റാവുന്നത് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം അത്രയും ബിസിനസ് കൂടുമ്പോൾ അത്രയും സമയം എൻ്റെ പോവും, അത്രയും എൻഗേജ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വകാര്യ ജീവിതം, എൻജോയ്മെൻറ്റ്, ചാരിറ്റി പ്രവർത്തനം, സ്പോർട്സ് ഇതിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ബിസിനസ്, സ്പോർട്സ്, ജീവകാരുണ്യ പ്രവർത്തനം, ലൈഫ് എൻജോയ് എല്ലാം കൂടെ മുമ്പോട്ട് പോകാമെന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ. അതുകൊണ്ട് പറ്റാവുന്ന ബിസിനസ് ചെയ്യുക, അല്ലാണ്ട് ബിസിനസ് മാത്രമായി ചെയ്തുകൊണ്ട് കാശുണ്ടാക്കിയിട്ട് ജീവിതം അനുഭവിക്കാതിരിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ സ്വർണത്തോടുള്ള മലയാളികളുടെ ആഭിമുഖ്യം കൂടുകയാണോ കുറയുകയാണോ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും കുറയില്ല. സാധ്യത കുറവാണ്. കാരണം 2 നിലയ്ക്കാണ്. ഒന്ന്, സ്വർണം എന്നുള്ളതൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്. ഭൂമിയും സ്വർണവും ഒരിക്കലും നശിക്കുന്നില്ല, അതൊരു സമ്പാദ്യമാണ്. എനി ടൈം ക്യാഷാണ് സ്വർണം. 2, ഇത് അണിയുമ്പോൾ സ്ത്രീകൾക്കായാലും ആണുങ്ങൾക്കൊക്കെ ഒരു 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 ആത്മധൈര്യമോ അല്ലെങ്കിൽ എന്തൊരു സംതൃപ്തിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നുള്ളത്. നമുക്ക് കുറച്ച് സൗന്ദര്യമുണ്ട്, ഇതൊന്നും ഇടാതെ കാണുമ്പോഴും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് കാണുമ്പോൾ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ട് എന്നുള്ള സത്യമാണ്, അട്രാക്റ്റീവും. ആ പറയുന്നതിനോടൊപ്പം തന്നെ മറുവശം കൂടെ ഇല്ല. ഇതിപ്പം പലർക്കും ഇതൊരു കണ്ണീരിൻ്റെ ഭാഗം കൂടിയായി മാറാറുണ്ട്, സ്ത്രീധനം അങ്ങനെയുള്ള വിപത്തുകൾ വരുമ്പോൾ. അതിനെ നേരിടാൻ താങ്കളുടെ ജുവലറിയിൽ പലിശരഹിത വായ്പ പോലും കല്യാണ പലിശരഹിത വായ്പ ഉണ്ട്. പിന്നെ എല്ലാത്തിനും 2 വശങ്ങളുണ്ടല്ലോ. നല്ല വശങ്ങൾ എടുക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. താങ്കൾ സ്വർണം ധരിക്കാറുണ്ടോ? ഞാനില്ല, എനിക്ക് അണിയിക്കാനാണ് ഇഷ്ടം, അണിയാൻ ഇഷ്ടമില്ല. അത് ശരി. പക്ഷേ 1-2 കോയിൻ എപ്പോഴും പോക്കറ്റിലുണ്ടാവും. അത് കാരണം എവിടെ പോയാലും എന്തെങ്കിലും കാശിന് അത്യാവശ്യം വന്നാൽ വഴി മുടക്കില്ല, എവിടെയും വിറ്റിട്ട് കാശാക്കാമല്ലോ. അതൊരു കരുത്തിന് വേണ്ടി കൂടാണ്, അതുമാണ്. പിന്നെ ഒരു കോയിൻ ഉണ്ടാവും, ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കണ്ട ഒരു സമ്മാനം കൊടുക്കാമല്ലോ എന്നുള്ളതുകൊണ്ട് സ്വർണം ഒരു കൂടെയുണ്ട് പോക്കറ്റിൽ, ഒരു കോയിനെങ്കിലും കൂടെ കാണും. ഇപ്പോൾ ഈ പറക്കും ജുവലറി, ഓക്സിജൻ സിറ്റി, ഇനി എന്താണ് നൂതനമായ പരീക്ഷണം ലക്ഷ്യം വയ്ക്കുന്നത്? ഇതൊക്കെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒന്നും ആസൂത്രണം ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് തോന്നും. കാരണം നമ്മൾ തോന്നുന്നതാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തു നമ്മുടെ കഴിവ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബ്രെയിനിൽ നിന്ന് കമാൻഡ് കിട്ടുമ്പോൾ നമ്മൾ പ്രവർത്തിക്കും, അല്ലാതെ നമുക്കൊരു വിരലനക്കാൻ സാധിക്കില്ലല്ലോ. ആ കമാൻഡാണ് വിചാരം, തോന്നലുകൾ. അതുകൊണ്ടാണല്ലോ തോന്നിയത് ചെയ്യുന്നവൻ തോന്നിവാസി എന്ന് പറയുന്നത്. മനുഷ്യരൊക്കെ തോന്നിവാസികളാണ്. കാരണം തോന്നാത്തത് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? തോന്നാത്തത് ചെയ്യാൻ പറ്റില്ല. തോന്നുന്നത് ചെയ്യും, ചിലത് നന്നാവും, ചിലത് മോശമാവും. അങ്ങനെയൊക്കെ പഠിച്ചാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്, അതായത് ജീവിതത്തെ വരുന്നിടത്ത് വെച്ച് കാണുക, ആ സമീപനമാണോ? സംഭവമാമി യുഗേ യുഗേ, സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ജനനം ആൺകുട്ടിയാണോ പെൺകുട്ടിയോ നമുക്ക് മാറ്റാൻ പറ്റില്ല. മരണം എപ്പോൾ എവിടെ വെച്ച് അറിയില്ല. ജനനത്തിനും മരണത്തിനിടയിൽ ആര് എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടും ഒന്നും അറിയില്ല. അതൊക്കെ അങ്ങനെ സംഭവിക്കും. ടേക്ക് ഇറ്റ് ഈസി ആൻഡ് ബി ഹാപ്പി. അതിനെ അതിജീവിക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല സൗഹൃദങ്ങളുണ്ടോ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ജീവിതം എന്താണ് പഠിപ്പിച്ചത് താങ്കളെ? ജീവിതം എന്ന് പറയുന്നത് ഒരു എൻഡ്ലെസ് പ്രോസസ്സാണ്. ജനിച്ചു മരിക്കുന്നു, ഇതിനിടയിലുള്ള ഒരു സമയം ഭൂമിയാകുന്ന ഈ സ്റ്റേജിൽ തീർക്കുന്നു. ഇത് കഴിഞ്ഞാലും എന്തൊക്കെയോ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നു, അതിനായിട്ട് കാത്തിരിക്കുന്നു. പ്രതീക്ഷകളുണ്ട്. സൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ, ആകാശം ഭൂമിയൊക്കെ ഉള്ളത് കൊണ്ട്, ഒരു ശക്തിയുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ തീരാനല്ല ഇതൊന്നും. സൃഷ്ടി ഒരു അബദ്ധമല്ല നമ്മളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ മരണശേഷവും എന്തൊക്കെയുണ്ട്, ഒരു കയറ്റം ഇറക്കം, രാത്രി പകൽ, സുഖദുഃഖം എന്ന് പറഞ്ഞ പോലെ ഇതിൽ ലക്ഷ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഈ റിസർച്ചിൽ കൂടെയുള്ള അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു തോന്നലുകൾ. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ജീവിതമാണ്. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. പ്രത്യേക ജാതിയോ മതമൊന്നുമില്ല. പ്രാർത്ഥിക്കും, വിശ്വാസമുണ്ട്, സൃഷ്ടിയുണ്ട്, നോക്കിയാൽ കാണാം, ശക്തി, ദൈവം. അതിനെ GOD എന്നോ ABCD എന്നോ എന്ത് വിളിച്ചാലും തെറ്റൊന്നുമില്ല. ഒരു വ്യവസായി എന്ന നിലയിൽ താങ്കൾ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനാണ്. സിനിമ, രാഷ്ട്രീയം, ഈ മേഖലകളിലൊക്കെ താല്പര്യമുണ്ടോ? സിനിമ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ ഒരു നടനാവാനൊന്നും ഇഷ്ടമില്ല. പിന്നെ അങ്ങനെയുള്ള ഓഫറുകൾ വല്ലതും വന്നിട്ടുണ്ട്? ഒരുപാടുണ്ട്. ഉണ്ട്.
പിന്നെ മന്ത്രിയാവാൻ ഇഷ്ടമില്ല. എല്ലാവരുമായിട്ട് അടുപ്പാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ല? ഇല്ല, താല്പര്യമില്ല. എല്ലാ രാഷ്ട്രീയക്കാരായിട്ട് അടുപ്പാണ്. അവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല പ്രവർത്തനങ്ങൾ. പക്ഷേ നമ്മുടെ ഒരു ലൈൻ ഇങ്ങനെയാണ്. സിനിമയിൽ താല്പര്യമില്ല? സിനിമ കാണാൻ താല്പര്യം? എല്ലാ സിനിമയും കാണും. എല്ലാ നടന്മാരെയും ഇഷ്ടമാണ്? അഭിനയിക്കാൻ ഇഷ്ടമില്ല, അനുഭവിക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ കേരളം എങ്ങനെ മാറുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? കേരളം ഒത്തിരി പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളൊക്കെ വളരെ കഴിവുള്ളവരാണ്. ലോകത്തിൽ തന്നെ എടുത്താൽ ഏറ്റവും കഴിവുള്ളവരും ആണ് മലയാളികൾ. അതുകൊണ്ട് കേരളം ലോകത്തിന് മാതൃകയാവും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരികളോടുള്ള അവരുടെ സമീപനം വളരെ നല്ല സമീപനമാണ്. ബിസിനസ്സിനോട് മൊത്തത്തിൽ പുതിയ നയങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ചില സ്വർണ്ണ വ്യാപാരികളെ പരസ്യം ചെയ്യുന്നുണ്ട്. അതായത് ബില്ലിനോടൊപ്പം നികുതി ഈടാക്കിയ ബില്ല് കൊടുക്കുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊരു പുതിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണോ? മാർക്കറ്റിംഗ് തന്ത്രത്തിൽ പലതും ഉണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും മോശമുള്ള കാര്യമല്ല. ബില്ല് വാങ്ങുന്നത് നല്ലതാണ്, അത് എക്കാലത്തും നല്ലതാണ്. തീർച്ചയായിട്ടും ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടാനും ജനങ്ങൾക്കുള്ള ഒരു പ്രൂഫാണ്, അതിൽ തെറ്റില്ല. കുടുംബം ഒരു ഭാര്യ, ഒരു മകള്, ഫാദർ, മദർ, ഒരു ബ്രദർ, ഒരു സിസ്റ്റർ. മകളെന്ത് ചെയ്യുന്നു? മകൾ MBA പഠിക്കുന്നു. ഇതിലേക്ക് തന്നെ, ബിസിനസ്സിലേക്ക് തന്നെ? വലിയ ബിസിനസ് താല്പര്യമൊന്നും കാണാനില്ല. ഇനിയൊക്കെ ഭാവിയിൽ എങ്ങനെയാണ് വരണതെന്ന് നമുക്കറിയില്ല എന്നതാണ്. ഇപ്പോൾ ചെമ്മണ്ണൂർ ജുവലേഴ്സ് 1.5 പതിറ്റാണ്ട്, അതായത് 152 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സാരഥിയാണ് താങ്കൾ. ഏത് രീതിയിൽ ഓർമ്മിക്കപ്പെടാനാണ് താങ്കൾക്ക് ആഗ്രഹം? ഞാൻ ഒരു ബിസിനസ് മാൻ മാത്രമായിട്ടല്ല, ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ, ബിസിനസ് മാൻ, സ്പോർട്സ് മാൻ, ലൈഫ് എൻജോയ് ചെയ്ത് ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് ലൈഫിനെ എല്ലാ ആംഗിളുകളിൽ കൂടെ കണ്ട് മുമ്പോട്ട് പോകുന്ന, സിമ്പിളായിട്ട് വളരെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. 10 കിലോമീറ്റർ ഓടും എന്ന് പറയുന്നത്? മിനിമം ഒരു 5 to 10 കിലോമീറ്റർ ഓടും എല്ലാ ദിവസവും ഓടും. പിന്നെ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ യാത്ര വരുമ്പോൾ മടി പിടിച്ചിരിക്കും. അത് ശരി. പിന്നെ അതോടൊപ്പം കരാട്ടെ, കുങ്ഫു, അങ്ങനെ പല ഉണ്ട്. കരാട്ടെ, എനിക്ക് ഫൈറ്റൊക്കെ കുറച്ച്, ആക്ഷനൊക്കെ കുറച്ച് ഇഷ്ടമാണ്. ഡാൻസ്, ഷൂട്ടിങ്, അതിലൊക്കെ അത്യാവശ്യപ്പോഴും കൈകാര്യം ചെയ്യും. പിന്നെ ഒരു 5-6 കുപ്പി വെള്ളം കുടിക്കും. അത് ശരി. പിന്നെ നന്നായി വിശർക്കും. റെസിസ്റ്റിംഗ് പവറിന് നല്ലതാണ്. പിന്നെ കുറച്ച് ആര്യവേപ്പലയും മഞ്ഞളും ചാലിച്ചിട്ട് കുറച്ച് ഡെയിലി കഴിക്കും. വളരെ നല്ലതാണ്, സൂക്കേടുകൾ വരാതിരിക്കാൻ. പിന്നെ ഒരു 8 മണിക്കൂർ ഉറങ്ങും. യാത്രകൾ വലിയ താല്പര്യമില്ലെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. യാത്രകൾ ഇന്ന സ്ഥലങ്ങൾ കാണുക, അങ്ങനെയുള്ള ഒന്നും കൗതുകം? ബിസിനസ് ടൂർ പോകുമ്പോൾ അത് ആനന്ദകരമാക്കി മാറ്റുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും സന്തോഷം തോന്നുന്നത് എപ്പോഴാണ്? കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴാണോ? സന്തോഷം തോന്നുന്നത് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷം വരുമ്പോഴാണ് സന്തോഷം തോന്നുന്നത്. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ബിസിനസ് ഒക്കെ അങ്ങനെ നടന്നു പോകുന്ന ഒരു ആവശ്യമാണ്. കാരണം ചാരിറ്റിയിൽ ഞാൻ സംഭാവന വാങ്ങാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പണിയെടുത്തേ മതിയാവൂ, ലാഭം ഉണ്ടാക്കിയേ മതിയാവൂ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ജീവിക്കാനുമായിട്ട് എന്നതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നു. കൂടുതലായിട്ട് സ്പോർട്സ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സിനിമ കാണുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അവരൊക്കെ ആയിട്ട് സമ്പർക്കത്തിൽ ഉണ്ടായിരിക്കുക, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ സന്തോഷം. ഇതൊരു പാരമ്പര്യ ബിസിനസ്സാണ്. പക്ഷേ എങ്ങനെയാണ് താങ്കൾ ഈ രംഗത്തേക്ക് വരാൻ? ഒരു അച്ഛൻ്റെ നിർബന്ധമാണോ? തലമുറകളായിട്ടുള്ള ബിസിനസ്സാണ്. പിന്നെ ജീവിക്കാൻ കാശ് വേണ്ടേ, പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെങ്കിൽ. അപ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് വന്നതാണ്. വേറെ ഏതെങ്കിലും പ്രൊഫഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു? ഞാനൊരു പൈലറ്റ് ആവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കോളേജ് കഴിഞ്ഞ സമയത്ത് അഡ്മിഷനൊക്കെ റെഡിയാക്കിയിരുന്നു. പക്ഷെ അമ്മ ഒരു പഴഞ്ചൻ മോഡലാണ്. അമ്മയ്ക്കും വിമാനം പറപ്പിക്കുക അതൊക്കെ വലിയ പേടിയാണ്. കാർ റേസ് ഇതൊക്കെ എതിര് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അഡ്മിഷൻ ഇതൊക്കെ എടുത്തിട്ട് കീറി കളഞ്ഞു. അപ്പോൾ അതിനെതിരായതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. പൈലറ്റ് പഠിക്കാനും പറ്റില്ല. പഠിക്കാൻ പിന്നെയും വീണ്ടും ട്രൈ ചെയ്തു. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയപ്പോൾ വേണ്ടാന്ന് ഓർത്തു. പൈലറ്റ് ആയില്ലെങ്കിലും വിമാനത്തിൽ നിരന്തരം യാത്ര ചെയ്യുന്നു. അതെ. പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു ഏറ്റവും വലിയ വിനോദം? ഈ കളിയായിരുന്നു? എനിക്ക് ഈ റേസിങ്, കാർ റേസ്, ബൈക്ക് റേസ്, ഈ കരാട്ടെ, കുംഫു. എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നോ പഠിച്ചത്? ഞാൻ തൃശ്ശൂരും കുറച്ച് എറണാകുളത്തൊക്കെ ആയിട്ടാണ് പഠിച്ചത്. ബിസിനസ്സിൽ റോൾ മോഡൽ എന്ന് പറയാവുന്ന ആൾക്കാരുണ്ട്? ബിസിനസ്സിൽ ഓഫ് കോഴ്സ് ഒരുപാട് സക്സസ്ഫുൾ പീപ്പിൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ. താങ്കളെ സ്വാധീനിച്ച വ്യക്തികൾ?
എനിക്ക് അംബാനി ഒരു റോൾ മോഡലാണ്. കാരണം കയ്യിൽ മുടക്കുമോ ഒന്നുമില്ലാതെ, സമ്പത്തില്ലാതെ, ക്യാപിറ്റൽ ഇല്ലാതെ, കാര്യമായിട്ടുള്ള പഠിപ്പൊന്നും ഇല്ലാതെ ഒരു ഉറച്ച തീരുമാനത്തിലൂടെ, എന്താ പറയുക, ഒരു ഉറച്ച ഫോളോ അപ്പിൽ കൂടെ ഞാൻ ഇന്നതായി തീരും എന്നുള്ളതാണ്. ഒരു കിട്ടുമെന്നുള്ള ബോധ്യത്തോടു കൂടി 100% കോൺഫിഡൻസോടു കൂടി ഒരു കാര്യം നടക്കുന്നത് വരെ അതിനെ ഫോളോ അപ്പ് ചെയ്യുക നിരന്തരം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഫോളോ അപ്പിൽ കൂടെ എത്തിയൊരു വ്യക്തിയാണ്. തികച്ചും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. സ്വപ്നം കാണുക, ഒന്നും ഇല്ലാത്തയിടത്ത് നിന്നുകൊണ്ട് സ്വപ്നം കണ്ട് അത് എത്തുന്നത് വരെ അതിനെ ചേസ് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. താങ്കളും അതുപോലെ സ്വപ്നം കാണാറുണ്ട്? തീർച്ചയായിട്ടും. ഹോംവർക്കും ചെയ്യാറുണ്ട്? കുറച്ച് മടിയനാണ്, കുറേശ്ശൊക്കെ പണിയെടുക്കും, കുറച്ച് മടിയൊക്കെ ഉണ്ട്. ഒരു മലയാളി എന്ന നിലയിൽ, അന്തർദേശീയ തലത്തിൽ തന്നെ താങ്കൾ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരു മലയാളി എന്ന നിലയിൽ എന്തെങ്കിലും അത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാവുന്നതാണ്. മലയാളികൾ കഴിവുള്ളവരാണ്, അതുപോലെ തന്നെ മടിയന്മാരുമാണ് എന്നെ പോലെ കുറച്ചൊക്കെ, എല്ലാവരും അല്ല, ഓക്കെ. എങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ നല്ല സപ്പോർട്ടുകളാണ് എനിക്ക്. കേരളത്തിലെ 4 കോടി ജനങ്ങളിൽ എന്താ പറയുക, ഒരു 3.25 കോടി ജനങ്ങളും വളരെ സപ്പോർട്ടീവാണ്. കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. മിക്കവാറും ജില്ലകളിൽ ബോബി ഫാൻസ് ഉണ്ട്. അവരും ഫാൻസുകൾ ഈ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ സപ്പോർട്ടാണ് എല്ലാവരും. ഓട്ടത്തിൽ ഒരുപാട് പേര് കൂടെ ഓടിയിട്ടുണ്ട്. ഒരു നല്ല മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഇതിലായിട്ട്. ഈ മലയാളികൾ പൊതുവെ മറ്റൊരു മലയാളി ഉയർന്നു വരുമ്പോൾ ഞണ്ടിനെ പോലെ പിടിച്ച് താഴേക്ക് വലിക്കുന്നവരാണെന്ന് ഒരു പറച്ചിലുണ്ട്. എക്സാക്ട്ലി ആ ഒരു ഉദ്ദേശശുദ്ധി അല്ലെങ്കിലും അത് ഒരു ഹാബിറ്റ് ഉണ്ട്. ഇപ്പോൾ ആരായാലും നമ്മളൊക്കെ മലയാളികളാണ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പറയും, കുറ്റം പറയും, പിന്നെ സപ്പോർട്ട് ചെയ്യും. അത് നോക്കി കണ്ട് വളരെ പഠിച്ചിട്ടേ ചെയ്യുള്ളൂ അപ്രിസിയേഷൻ എന്നതാണ്. പക്ഷെ കുറ്റം പറയാൻ വളരെ മുന്നിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഡിപ്പെൻസ് ദ പേഴ്സൺസ്. 5 പേരിലും 5 ജാതിയല്ലേ. അതുകൊണ്ട് പല മെൻറ്റാലിറ്റിയും പലരിലും ഉണ്ടാവാം. എങ്കിലും നല്ലത് കണ്ട് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കും. പെട്ടെന്നൊന്നും അവർ അംഗീകരിക്കില്ല. കാരണം IQ ലെവൽ കൂടുതലാണ്. അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും അതൊന്ന് നോക്കുക, ഷെയർ ചെയ്യുക. കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലരും പറയും, ഞാൻ ഷെയർ ചെയ്തു, അതുകൊണ്ട് എനിക്ക് നിന്നോട് വിഷമമൊന്നുമില്ല. അപ്പം ഞാൻ രാവിലെ കക്കൂസയ്ക്ക് പോകുമ്പോൾ ഒരു കുപ്പി വെള്ളവും ഒരു പത്രമായിട്ടാണ് പോവുക. അതൊരു ഹാബിറ്റാണ്. ഈ 3 പരിപാടി ഒരുമിച്ച് കഴിയും എന്ന പോലെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫോണിലൊന്ന് ഷെയർ ചെയ്യാൻ കണ്ടാലും അതൊരു ഹാബിറ്റാണ്. അതുകൊണ്ട് നമ്മളോട് പ്രത്യേകിച്ച് ഒരു വെറുപ്പുണ്ടായിട്ടോ കാര്യമൊന്നുമില്ല. അതൊരു ഹാബിറ്റ് മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ താങ്കളെ തളർത്തിയിട്ടുണ്ടോ? ബിസിനസ് ആംഗിളിൽ യാതൊരു വക ഡാമേജും ഇല്ല, കുഴപ്പങ്ങളൊന്നുമില്ല. ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി ജീവിതത്തിലൊക്കെ കുറേശ്ശെ ഒരു കൺഫ്യൂഷനും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും. കാരണം നമ്മളെ അറിയുന്നുണ്ടെങ്കിലും നമ്മളെ അറിയുന്നവർക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മളറിയാത്തവർക്ക് പലപ്പോഴും ഈ വ്യാജ പ്രചരണങ്ങളും മറ്റും കാണുമ്പോൾ പലതും ഫ്രീ ആയിട്ട് വിടും. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. എങ്കിലും ചിലവരൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഇതും ഒരു മീഡിയയാണ്, ഇതും മറ്റുള്ള മീഡിയയെ പോലെയാണ് എന്ന് ചിന്തിക്കുന്ന പലരുണ്ട്. അവർക്കറിയില്ല 24 മണിക്കൂറിൽ ഒരു ഓൺലൈൻ പത്രം തുടങ്ങാമെന്നും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്തും എഴുതാമെന്നുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജിയെ കുറിച്ച് അറിയാത്ത സാധാരണക്കാർ പലർക്കും ഇത് എന്തോ ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് ചോദിക്കുന്ന പോലെ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ കാരണം എന്ത് എന്നുള്ളതൊക്കെ. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന എല്ലാ വ്യവസായികൾക്കും നാളെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. അതെ, ഇതുപോലെയുള്ള ബ്ലാക്ക് മെയിലിങ്ങും അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എപ്പോഴും എഴുതുക എന്നുള്ളതൊരു നല്ല ഇതല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി. പക്ഷേ കേരളത്തിലെ നല്ലൊരു പങ്ക് ആളുകൾക്കും താങ്കളെ അറിയാം. അതുകൊണ്ട് കാര്യങ്ങൾ അറിയാം. നമ്മൾ ഈ 153 വർഷത്തെ പാരമ്പര്യമുണ്ട്. തലമുറകളായിട്ട് ഇന്ന് വരെ ഒരൊറ്റ വ്യക്തിക്ക് പോലും ഒരു വക ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ കസ്റ്റമേഴ്സും വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് പോലെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പലതും പറയുമ്പോഴും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താണ് പ്രശ്നം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, ഈ പറയുന്ന വ്യക്തിക്ക് ഒഴികെ അല്ലാതെ വേറെ എന്താണെന്ന് ആർക്കും അറിയുന്നില്ല. അത്
ഉള്ള കമൻറ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. ബോധപൂർവ്വം ഈ പ്രചരണം നടത്തുന്നവർ ഒരു ഘട്ടം കഴിയുമ്പോൾ തന്നെ പിന്നിലേക്ക് അത് അത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ സ്കോപ്പ് ഇല്ലാതെ ആകുമ്പോൾ മടുക്കും, പിന്നെ വേറെ ഇറേനെ കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും. അതാണ് ഈ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു നേച്ചർ. ഇപ്പോൾ ചെമ്മണ്ണൂർ ജുവലേഴ്സ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്കളുടെ കൂടുതൽ സേവനം മലയാളികൾക്കും കേരളത്തിനും എല്ലാം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നും എൻ്റെ കഴിവല്ലല്ലോ, ദൈവം നടത്തുന്നു, നമ്മളൊരു ഉപകരണമായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നിടത്തോളം അനുവദിക്കുന്നിടത്തോളം എൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.